നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ ക്രിസ്തീയ വാർത്തകളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൽ കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന നീറ്റ് എക്സാം, ആ എക്സാം റദ്ദാക്കിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിലൂടെ ആഗ്രഹിക്കുന്നത്. നീറ്റ് എക്സാം നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ മെഡിക്കൽ എൻട്രൻസ് എക്സാമാണ്. ഡോക്ടർമാരാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ എഴുതുന്ന എക്സാമാണ്. ഈ എക്സാമിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ പണ്ട് മുതൽ തന്നെ നമ്മൾ കേൾക്കാറുള്ളതാണ്. പലപ്പോഴും ഇതിനകത്ത് വലിയ അഴിമതികളുണ്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ എപ്പോഴും നമുക്ക് കേൾക്കാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം രാജസ്ഥാനിൽ വെച്ച് നീറ്റിൻ്റെ എക്സാം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർന്നിരിക്കുന്നു എന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും കേസുകളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണെങ്കിലും ഈ പ്രാവശ്യം കഴിഞ്ഞ 3-ാം തീയതി നടന്ന എക്സാം, മെയ് മാസം 3-ാം തീയതി നടന്ന എക്സാം റദ്ദാക്കിയിരിക്കുന്നു. രണ്ടാമത് എക്സാം നടത്തിയിരിക്കും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നത്. ഇത് വളരെ ബൃഹത്തായ ഒരു എക്സാമാണ്. ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന ഒരു എക്സാമാണ്. ആ എക്സാമിനെ നേരിടുവാൻ കുട്ടികൾ നേരിടുന്ന ആ ഒരു ടെൻഷനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പലപ്പോഴും നമ്മുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന കുട്ടികളുടെ ഒരു ആകുലത, അവരുടെ ടെൻഷൻ കണ്ടും പറഞ്ഞുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ നീറ്റ് എക്സാം ഇതിനെ ഇത്ര പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നത് ഡോക്ടർമാരാകാൻ വേണ്ടിയുള്ള അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, പ്രധാനമായിട്ട് MBBS മാത്രമല്ല മറ്റ് മെഡിക്കൽ മേഖലകളിലൊക്കെ നീറ്റ് വഴി അഡ്മിഷനുണ്ട്. ഒരു എക്സാം ആയതുകൊണ്ട് ഇത് അഡ്മിഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളവർ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ ഒത്തിരി കൂടുതലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തെ ഒരു ഗ്രീഡെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്യാഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഡോക്ടറാകാനുള്ള കൊതി. കുട്ടികളിൽ ആരെങ്കിലും ഒരാളെ ഡോക്ടറാക്കണമെന്നുള്ള കൊതി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ നോർത്ത് സൗത്ത് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരുടെയും അകത്തുള്ളതാണ്. പലപ്പോഴും ഈ കുട്ടികളുടെ മേൽ അതുകൊണ്ട് വലിയ പ്രഷർ ഉണ്ടാകാറുണ്ട്. ചില കുട്ടികളൊക്കെ 12th കഴിഞ്ഞിട്ട് പിന്നെ തുടർ വിദ്യാഭ്യാസം ഒന്നും ചെയ്യാതെ ഈ നീറ്റിന് വേണ്ടി തന്നെ ട്രെയിനിങ് ചെയ്ത് പല പ്രാവശ്യം നീറ്റ് എക്സാം എഴുതി പരാജയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒന്നാമത്, എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു MBBSന് തന്നെ അഡ്മിഷൻ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നത്? ആതുര സേവനത്തിന് വേണ്ടിയുള്ള കൊതി കൊണ്ടാണെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ നല്ല വരുമാനമാണ്. ഇവിടെ മുടക്കിയതൊക്കെ പല മടങ്ങ് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു വലിയ അത്യാഗ്രഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയാം. വളരെ ഒരു ചുരുക്കം പങ്കാളികളായിരിക്കാം ഈ പറഞ്ഞതുപോലെ ആതുര സേവനം എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ഡോക്ടർമാരാകുവാൻ ഇറങ്ങി തിരിക്കുന്നത്. ഒരു ഭൂരിപക്ഷവും ഈ പറഞ്ഞതുപോലെ ഇതൊരു വളരെ ആകർഷകമാകുന്ന ഒരു കരിയറായതുകൊണ്ട് പിന്നീടുണ്ടാകാൻ പോകുന്ന ആ ഒരു വലിയ ധനാഗമന മാർഗമായതുകൊണ്ട് നീറ്റ് എങ്ങനെയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ കുടുംബത്തിലൊരു ഡോക്ടറുണ്ടെന്ന് പറയുന്നതിൻ്റെ അഭിമാനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ കുടുംബങ്ങൾക്കൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെയാണ് ഈ കുട്ടികളുടെ മേൽ ഇത്ര പ്രഷർ ഇടുന്നതിൻ്റെ കാരണം. രണ്ടാമത് എനിക്ക് പറയാണ്ട ഒരു കാര്യം ഈ കുട്ടികളുടെ മേൽ വരുന്ന പ്രഷറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഇടയ്ക്ക് വന്ന 2 വാർത്തകൾ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 വാർത്തകൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അതിനകത്ത് ഒരു വാർത്ത, ഉത്തർപ്രദേശിലെ ജാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 24 വയസ്സുള്ള ഒരു നീറ്റിന് വേണ്ടി എഴുതി പരിശ്രമിച്ച് തളർന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. സൂരജ് ഭാസ്കർ എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. അറ്റകൈക്ക് ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്തതെന്നറിയാമോ? നീറ്റിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഒരു കാല് സ്വയമായിട്ട് ആംപ്യൂട്ട് ചെയ്തു, കാല് വെട്ടിക്കളഞ്ഞു. ഡോക്ടറായില്ല കേട്ടോ. ഡോക്ടറാകുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ വെച്ച് കാല് മുറിച്ച് കളയുന്ന ആ ഒരു ആംപ്യൂട്ടേഷൻ അദ്ദേഹം നടത്തി. കാരണം എന്താ? അദ്ദേഹത്തിന് എങ്ങനെയോ തൻ്റെ തലമണ്ടയ്ക്കകത്ത് കയറി ഈ പറഞ്ഞ ഡിസേബിളായിട്ടുള്ളവർ, അംഗവൈകല്യമുള്ളവർക്കുള്ള കോട്ടയുണ്ട്. ആ കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഡിസബിലിറ്റി ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നീറ്റിന് അഡ്മിഷൻ കിട്ടും. നോക്കണമേ, 24 വയസ്സുണ്ട്. 17-ാം വയസ്സ് മുതൽ നീറ്റ് എഴുതി തുടങ്ങിയതാ. 4-5 പ്രാവശ്യം എഴുതിക്കാണ്, കിട്ടിയില്ല. ഇനി അറ്റഴി ശ്രമമാണ്. സ്വന്തം കാല് വെട്ടിക്കളഞ്ഞു MBBS അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി. അവസാനം പോലീസ് പിടിക്കുന്നതൊന്നും ഓർത്തല്ല. കാല് വെട്ടിക്കളഞ്ഞിട്ട് അദ്ദേഹം
പോലീസിനെ വിളിച്ചു വരുത്തി ആരോ ഒരു കൂട്ടം അദ്ദേഹത്തെ ആക്രമിച്ചു, കാല് വെട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് പരാതി വരെ കൊടുത്തു. പോലീസ് വന്ന് പിന്നെ അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് കാല് ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോയതല്ല, ഇവൻ തന്നെ വെട്ടിയതാണ്. പിന്നെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹം സിറിഞ്ചൊക്കെ വാങ്ങിച്ച് അനസ്തേഷ്യ കൊടുക്കുന്ന മരവിപ്പിക്കുന്ന ഇഞ്ചക്ഷനൊക്കെ സ്വയമായിട്ട് എടുത്തിട്ട് അദ്ദേഹം സ്വയമായിട്ട് തന്നെ തൻ്റെ കാല് മുറിച്ച് മാറ്റുന്ന ശസ്ത്രക്രിയ അദ്ദേഹം നടത്തി. പോലീസ് പോലും ഞെട്ടിപ്പോയി കേട്ടോ. ഇപ്പം പല കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ, പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് മുതൽ പല കേസുകളാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേരിൽ. സൂരജ് ഭാസ്കർ എന്ത് വലിയൊരു ഒരു 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 ക്രൂരതയാണെന്നറിയാമോ? കാരണം നീറ്റ് എഴുതി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കാല് വെട്ടിക്കളയുന്നു ഡിസേബിൾ ആകാൻ വേണ്ടി. എത്ര ഭയങ്കരമാണ് നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം അന്വേഷിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. മറ്റൊരു വാർത്ത വരുന്നതും ഉത്തരേന്ത്യയിൽ നിന്നാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ, അതും യു പിയിൽ നിന്നാണ് കേട്ടോ, ലക്നൌവിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് അക്ഷത് പ്രതാപ് സിംഗ് എന്നാണ്. 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ അപ്പൻ 49 വയസ്സുള്ള മാനവേന്ദ്ര സിംഗിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, ശരീരം പീസാക്കി വേർതിരിച്ചു. എന്താ കാരണം എന്നറിയാമോ? അപ്പൻ ഭയങ്കര നിർബന്ധമാണ്, മോനെ കൊണ്ട് നീറ്റ് എഴുതിപ്പിച്ച് ജയിപ്പിച്ചേ അടങ്ങത്തുള്ളൂ. ഈ സാധനം അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ എഴുതി ഇയാൾ ഒരു പരുവത്തിലായി. അവസാനം ടെൻഷൻ കൂടിയിട്ട് അപ്പൻ നിർബന്ധിക്കുന്നത് സഹിക്കാൻ പറ്റാതെ അപ്പനെ വെടിവെച്ച് കൊന്നു, പീസാക്കി. അപ്പന് ഒരു ലിക്കർ ഷോപ്പൊക്കെ നടത്തുന്ന ആളിനെ കള്ള് കച്ചവടമാണ്. അപ്പം അദ്ദേഹം ചിന്തിച്ച് കാണും, ഈ പറഞ്ഞ ചെറുക്കനെ എങ്ങനെയെങ്കിലും ഡോക്ടറാക്കിയാൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ, കള്ള് കച്ചവടത്തെക്കാട്ടിലും എന്തായാലും ലാഭമാണ് ഹോസ്പിറ്റലെന്ന് ഈ പറഞ്ഞ മാനവേന്ദ്ര സിംഗിന് തോന്നിക്കാണും. പക്ഷേ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഈ പറഞ്ഞ ചെറുക്കനെ അപ്പൻ നീറ്റിനെ നിർബന്ധിച്ചപ്പോൾ അവൻ അവസാനം അപ്പനെ വെടിവെച്ച് കൊന്നു. ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്നറിയാമോ? ഈ നീറ്റ് സംബന്ധമായിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രഷറാണ്, ആ ഒരു മെൻ്റൽ ഒരു എഫക്റ്റാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ നീറ്റ് സംബന്ധിക്കുന്ന ഇത്ര വലിയ അഴിമതികൾ നടക്കുന്നത്? നമ്മുടെ രാജ്യം അഴിമതി ഒട്ടും കുറവില്ലാത്ത രാജ്യമാണ്, എല്ലാ മേഖലയിലും അഴിമതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഇത്ര ആളുകൾ ആഗ്രഹിക്കുന്ന നീറ്റ് എക്സാം, മെഡിക്കൽ എൻട്രൻസ് പാസ്സാക്കി MBBSന് അഡ്മിഷന് വേണ്ടി എന്ത് പണവും കൊടുക്കും. ഇവിടെ ഞാൻ ഒത്തിരി വാർത്തകൾ കേട്ടിട്ടുണ്ട്. എന്നോട് പ്രയർ റിക്വസ്റ്റിന് വിളിച്ച ആളുകൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് 80 ലക്ഷം രൂപ വാങ്ങിച്ചോട്ട് പോയി തിരിച്ചു തന്നില്ല എന്ന്. ഹിന്ദിക്കാരാണ് കേട്ടോ. ഹിന്ദിക്കാരെ അങ്ങനെ കളിപ്പിച്ച കഥകളൊക്കെ പ്രയർ റിക്വസ്റ്റായിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. 80 ലക്ഷം രൂപ ആരോട് തട്ടിക്കൊണ്ടുപോയി മെഡിക്കൽ അഡ്മിഷൻ എടുത്തു തരാം, ഇന്ന മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് 80 ലക്ഷം 1 കോടിയൊക്കെ കൊടുക്കുകയാണ്. ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്ന മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്. അത് വേറെ കഥ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കാം ഒരു പക്ഷേ ചില ആളുകൾ കാശ് തട്ടുന്നത്, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കും. അതല്ലേ ഇപ്പം തെളിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, അത് തന്നെ ഒരു വലിയ ബിസിനസ്സാണ്. എല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഈ കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനുള്ള ആ ഒരു ആഗ്രഹം, പിന്നെ നാളെ വലിയ പണക്കാരനാകാനുള്ള അത്യാഗ്രഹം, ഇതൊക്കെയാണ് ഈ നീറ്റ് എക്സാമിനെ ഇത്രയധികം കുപ്രസിദ്ധിയുള്ള ഒരു എക്സാമാക്കി മാറ്റിയിരിക്കുന്നത്. ഒരു വാൽകഷ്ണം പോലെ എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞ് ഡോക്ടറായില്ലെങ്കിലും എഞ്ചിനീയറായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കുറച്ച് നാളൊന്ന് ജീവിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തൊഴിൽ ദൈവം തന്നെ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കും. അവരുടെ ടേസ്റ്റിനും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം അവർ ചെയ്യട്ടെ. ഒരു നല്ല ടീച്ചറാകുന്നത് നല്ലതല്ലേ? ഇപ്പോൾ ഈ ഡോക്ടറും എഞ്ചിനീയറിംഗ് ഒന്നും ആയില്ലെങ്കിലും എത്രയോ വൊക്കേഷൻസ് ഉണ്ട്. കുട്ടികളോട് ഞാൻ പറയുകയാണ്, മാതാപിതാക്കളോട് മാത്രമല്ല. ഡോക്ടറാകുക എന്നുള്ളതല്ല ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത്. അതിനപ്പുറമായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുക. അതാണ് ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന നിലയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.